ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. മൾട്ടിമീഡിയയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രത്യേകിച്ച് ഓൺലൈൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെല്ലാം അതിന്റെ ഫോളോവേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഓൺലൈൻ കാലഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രധാനമായും ഓൺലൈൻ വഴിയിലൂടെയാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ കണ്ടന്റ് പ്രസന്റ് ചെയ്തിരുന്നത് വ്യത്യസ്ത സ്ലൈഡുകളിലൂടെയായിരുന്നു, അതുപോലെ തന്നെ ആനിമേഷൻ വീഡിയോകളിലൂടെ ആയിരുന്നു, വിദ്യാഭ്യാസപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിംസിലൂടെ ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലെല്ലാം തന്നെ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിനെ നമുക്ക് മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻസ് തുടങ്ങിയവയെല്ലാം ഈ മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നല്ലൊരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയയിലൂടെ എങ്ങനെ സാധ്യമാക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഈ ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്മെന്റിന് കുറച്ചധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് മൾട്ടി മോഡൽ ലേണിംഗ് ആണ്. എന്താണ് മൾട്ടി മോഡൽ ലേണിംഗ്? നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ? മൾട്ടി മോഡൽ ലേണിംഗ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ജസ്റ്റ് ഒരു പവർ പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ആനിമേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും പല രീതിയിലാണ് കണ്ടന്റ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ആയിക്കോട്ടെ, ഓഡിറ്ററി ലേണിംഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ലേണിംഗും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടിമീഡിയ ഡിസൈൻ ചെയ്യുന്നത്. അതാണ് മൾട്ടി മോഡൽ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് കൊഗ്നിറ്റീവ് ലോഡ് തിയറി. നമുക്കറിയാം, കൊഗ്നിറ്റീവ് ലോഡ് തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ വർക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരിക്കലും കുട്ടികളിൽ ഒരു ലോഡ് ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ലോഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കണ്ടന്റ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രിൻസിപ്പിൾ. വേറൊന്നാണ് കൺസ്ട്രക്റ്റിവിസം. നമ്മൾ ബ്രൂണറിനെ കുറിച്ചും പിയാഷയെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന സമയത്ത് കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ്. അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്കഫോൾഡർ ആണെന്ന് നമുക്കറിയാം. എന്താണ് ടീച്ചേഴ്സിന്റെ പ്രധാനപ്പെട്ട റോൾ? എന്താണ്? അവിടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റിവിസവും ഈ മൾട്ടിമീഡിയ ഡിസൈനിന്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിളാണ് ഇന്ററാക്ടിവിറ്റി. നമ്മുടെ ലേണേഴ്സ് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. അതിനുള്ളത് കൂടി എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്? മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റൊരു പ്രിൻസിപ്പിളാണ് യൂസർ സെന്റേർഡ് ഡിസൈൻ. ഈ മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ചൈൽഡ് സെന്റേർഡ് ആണ് അല്ലെങ്കിൽ യൂസർ സെന്റേർഡ് ആണ്. നമ്മൾ ആരുടെ നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇത് പഠിക്കുന്ന ലേണേഴ്സിന്റെ നീഡാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്താണ് അവർക്ക് ആവശ്യം, അതാണ് നമ്മൾ മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതാണ് യൂസർ സെന്റേർഡ് ഡിസൈൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫീഡ്ബാക്ക്.
ഫീഡ്ബാക്ക് നമുക്കറിയാലോ അല്ലെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് ഫീഡ്ബാക്കിനെ പോലെ തന്നെ ഇവാലുവേഷൻ, ഇംപ്ലിമെന്റേഷൻ തുടങ്ങിയ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷന്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ്. നമുക്കറിയാം ആക്സസിബിലിറ്റി എന്ന ഉദ്ദേശമുണ്ട്. ഇപ്പൊ ഓൺലൈൻ ലേണിംഗിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? എനി ടൈം എനി വേർ ലേണിംഗ് എന്നാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് എന്താണ്, എല്ലാവർക്കും ആക്സസിബിൾ ആണ് എന്നുള്ളത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് ഒരുപാട് മോഡൽസ് നമുക്കുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 4 മോഡൽസ് ആണ്. ഒന്ന് ADDIE മോഡൽ, മറ്റൊന്ന് ഡിക്ക് ആൻഡ് കാരി മോഡൽ, മൂന്നാമത്തെയാണ് മെറിൽസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ, ആൻഡ് ലാസ്റ്റ് വൺ കോഗ്നിറ്റീവ് തിയറി ഓഫ് മൾട്ടിമീഡിയ. അപ്പൊ ഇത്തരത്തിലുള്ള 4 മോഡൽസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മോഡൽസ് ഓഫ് മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്നുള്ള ഭാഗമാണ്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു 4 മോഡൽസ് ആണുള്ളത് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യത്തെ മോഡലാണ് ADDIE മോഡൽ. ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പ്രധാനമായിട്ടും ഈ മോഡലിൽ 5 ഫേസസ് ആണുള്ളത്. ഒന്ന് അനലൈസിംഗ്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ ഈ 5 ഫേസസ് ആണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് അനലൈസിംഗ്? നമ്മളൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യേണ്ടത്? എന്താണോ ലേണേഴ്സിന് ആവശ്യം, ലേണേഴ്സിന്റെ നീഡ് എന്താണ്, അത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്നാണ് ഡിസൈൻ. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്? ഏത് കണ്ടന്റ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്? ആ കണ്ടന്റ് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ, പിക്ചേഴ്സ്, വീഡിയോസ്, ഗ്രാഫിക്സ്, ഇതെല്ലാം ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഡിസൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ഡെവലപ്മെന്റ്. ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ലേണേഴ്സിന് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് സ്ട്രാറ്റജിയിലൂടെയാണ് നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ. ഇത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സ്കിൽഡ് ആയിട്ടുള്ള, റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വേണം ഇതെന്ത് ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ലാസ്റ്റ് ഫേസ് ആണ് ഇവാലുവേഷൻ. നമുക്കറിയാം സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ നേരത്തെ ഫസ്റ്റ് മുതൽ തുടങ്ങിയ ഫേസിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. അപ്പൊ ഈ പ്രോസസ്സുകളുടെ എല്ലാം എൻഡിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. അത് എത്രത്തോളം കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ്, ഇത്തരത്തിലുള്ള ഈ ഫേസസ് ആണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ADDIE മോഡൽ പറയുന്നത്. ഓക്കെ, ADDIE മോഡലിനെ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിക്ക് ആൻഡ് കാരി മോഡൽ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഡിക്ക് ആൻഡ് കാരി എന്ന് പറയുന്ന 2 എഡ്യൂക്കേഷനിസ്റ്റ് ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ച് മോഡൽ എന്നുകൂടി ഈ ഒരു മോഡലിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ പ്രധാനമായിട്ടും സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ മെയിൻ ആയിട്ട് 6 ഫേസസ് ആണുള്ളത്. അതില് ഡിസൈൻ, അനലൈസിംഗ്, ഫോർമാറ്റീവ് അസസ്മെന്റ് തുടങ്ങിയിട്ടുള്ള 6 ഫേസസും അതുപോലെ തന്നെ 10 സ്റ്റെപ്പുകളുമാണ് ഈ ഒരു മോഡലിനുള്ളത്. അപ്പൊ ഈ മോഡൽസ് ഒക്കെ എന്താണ് ഇത് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? ഇഫക്റ്റീവ് ആയിട്ടുള്ള
ഒരു ഇൻസ്ട്രക്ഷൻ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിൽ 10 സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദി ഇൻസ്ട്രക്ഷണൽ ഗോൾ. എന്താണ് ഗോള്? ആ ഗോള് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെ? ഈ ഗോള് ആരുടെ നീഡ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ലേണേഴ്സിന്റെ നീഡ്സ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗോള് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താണ്? കണ്ടക്ട് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. ഈ ഗോളിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലേണേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ അനാലിസിസ് ഓർ അനലൈസ് ലേണേഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ലേണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അവർക്ക് എന്താണ് ആവശ്യം, അല്ലെ? അവരുടെ നീഡ്സിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നമ്മളത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. റൈറ്റ് പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ ഏതൊരു കോഴ്സിനും എന്തുണ്ട്? കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷനിലൂടെ എന്താണ് ഇവർക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെന്റ് അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ്. എന്താണ് നമ്മൾ ഇതിനെ അസസ് ചെയ്യേണ്ടത്, അല്ലെ? നമുക്കറിയാം നോൺ റെഫറൻസ്ഡ് ടെക്സ്റ്റുകൾ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെക്സ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ നമുക്കറിയാം. അപ്പൊ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ അസസ് ചെയ്യണം. ഡെവലപ്പ് ആൻഡ് സെറ്റ് ദ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. എന്ത് മെറ്റീരിയൽ ആണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്? അത് നമ്മുടെ ലേണേഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് കണ്ടക്ട് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? അസസ്മെന്റിന്റെ കാര്യം പറഞ്ഞു, അല്ലെ? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ പ്രത്യേകത എന്താ? ഡ്യൂറിങ് ദ പ്രോസസ്, നമ്മൾ ആ പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് കൂടി കൊണ്ടുപോവുകയാണ്. നെക്സ്റ്റ് ആണ് 9ാമത്തെയാണ് റിവിഷൻ അല്ലെങ്കിൽ റിവൈസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ റിവൈസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുകയാണ്? സമ്മേറ്റീവ് ഇവാലുവേഷനിലേക്ക് പോവുക. നമ്മൾ ആദ്യം മുതൽ തുടങ്ങി ഡിസൈൻ മുതൽ തുടങ്ങി ഫോർമാറ്റീവ് അസസ്മെന്റ് എല്ലാം നടത്തി ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്നത് എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇതാണ് ഡിക്ക് ആൻഡ് ക്യാരി മോഡൽ പറയുന്നത്. ഈ 10 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡിക്ക് ആൻഡ് ക്യാരി പറയുന്നത്. ഓക്കെ. നമ്മൾ പ്രധാനപ്പെട്ട 2 മോഡലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 3ാമത്തെ ഒരു മോഡലാണ് മെറിൽസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രക്ഷൻ. എം ഡേവിഡ് മെറിൽ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ 5 ഫേസസ് ആണുള്ളത്. നമുക്ക് സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ ടാസ്ക് സെന്റേർഡ് അല്ലെങ്കിൽ പ്രോബ്ലം സെന്റേർഡ്, ആക്ടിവേഷൻ, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് എന്ന് പറയുന്ന 5 ഫേസസ് ആണ് ഈ ഒരു മോഡലിൽ. അപ്പൊ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? ടാസ്ക് സെന്റേർഡ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലം സെന്റേർഡ് ആണ്. നമുക്കറിയാം എന്താണ്? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഒരു പ്രോബ്ലം സെന്റേർഡ് ആണ് അല്ലെങ്കിൽ ഒരു ടാസ്ക് സെന്റേർഡ് ആണ്. അവിടെ എന്തുണ്ട്? എന്താണ് നീഡ്? ആ നീഡിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കീമയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിയാഷെ കുറിച്ച് സൈക്കോളജിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കീമയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ന്യൂ നോളജ് എന്ന് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി ന്യൂ നോളജ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് നോളജ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അത് കാണിച്ചു കൊടുക്കുകയാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്താണ് അത് കുട്ടികളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്നത് അല്ലെങ്കിൽ ലേണേഴ്സിനെ അത് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അപ്ലിക്കേഷൻ.
നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നോളജ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം, അല്ലെ? നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ മോഡലിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ഇന്റഗ്രേറ്റ് ഓർ ഇന്റഗ്രേഷൻ. എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള സ്കില്ല്, നമുക്ക് കിട്ടിയിട്ടുള്ള നോളജ് അത് എവിടെ അപ്ലൈ ചെയ്യണം? എവറി ഡേ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യണം. നമുക്ക് വരുന്ന പ്രോബ്ലംസിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണം, ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ സാധിക്കണം, അവിടേക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ എന്നുള്ളതിലൂടെ പറയുന്നത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡേവിഡ് മെറിൽസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായും ഈ 5 ഫേസസ് ആണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും അവസാനത്തെ മോഡലാണ് റിച്ചാർഡ് മെയറിന്റെ കോഗ്നിറ്റീവ് തിയറി ഓഫ് മൾട്ടിമീഡിയ ലേണിംഗ് എന്ന് പറയുന്നത്. റിച്ചാർഡ് മെയർ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഡുവൽ ചാനൽ അസംഷൻ. നമുക്കറിയാം മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും ഓഡിയോ ഫോമുകളും അതുപോലെ തന്നെ വിഷ്വൽ ഫോംസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഡുവൽ ചാനൽ അസംഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടും, ഇപ്പൊ വിഷ്വൽ ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ, അത് രണ്ടും എന്താണ്? ലേണേഴ്സിന് പെട്ടെന്ന് കണ്ടന്റ് അക്വയർ ചെയ്യാൻ സാധിക്കുന്ന 2 ഫോംസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ലിമിറ്റഡ് കപ്പാസിറ്റി അസംഷൻ. ഒരു ലേണർക്ക് കുറച്ച് സമയത്തിന് ഇൻഫോർമേഷൻ സേവ് ചെയ്യാൻ സാധിക്കുന്നത് 5 to 7 ചങ്ക്സ് എന്താണ് പറയുന്നത്. അതാണ് ലിമിറ്റഡ് കപ്പാസിറ്റി അസംഷൻ. ഏറ്റവും മൂന്നാമത്തെയാണ് ദി ആക്റ്റീവ് പ്രോസസിംഗ് അസംഷൻ. വെറുതെ മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയല്ല, അതെന്താണ്? കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ കൂടി ലേണറിനെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലേണറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് ആര് പറയുന്നത്? റിച്ചാർഡ് മെയർ പറയുന്നത്. അപ്പൊ ഈ 3 ഫേസസ് അല്ലെങ്കിൽ 3 ഫോംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് ഡുവൽ ചാനൽ അസംഷൻ, ലിമിറ്റഡ് കപ്പാസിറ്റി അസംഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ദി ആക്റ്റീവ് പ്രോസസിംഗ് അസംഷൻ എന്ന് പറയുന്നത്. റിച്ചാർഡ് മെയർ പറയുന്ന ഈ 3 അസംഷൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 മോഡൽസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ 4 മോഡൽസും ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ കൺസിസ്റ്റൻസി, ക്ലാരിറ്റി, എൻഗേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെ? അതിന് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, അത് ക്ലാരിറ്റിയോട് കൂടിയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ എൻഗേജ് ചെയ്യാൻ സാധിക്കണം, ലേണേഴ്സിന് അതിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കണം. നേവിഗേഷൻ എന്താണ്? ക്ലിയർ ആയിട്ടുള്ള ഒരു നേവിഗേഷൻ ആവശ്യമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ നാവിഗേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് സപ്പോർട്ട് എന്താണ്? കുട്ടികൾക്ക് നന്നായിട്ട് ഇതിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ അസസ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർമാറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കണം, അത് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇത്തരത്തിൽ പ്രധാനമായിട്ടും കൺസിസ്റ്റൻസി, ക്ലാരിറ്റി, എൻഗേജ്മെന്റ്, നേവിഗേഷൻ, പെർഫോമൻസ് സപ്പോർട്ട്, അസസ്മെന്റ്, ഫീഡ്ബാക്ക് തുടങ്ങിയിട്ടുള്ള ഇത്തരം ഗൈഡ് ലൈൻസ് നമ്മളൊരു മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ സ്റ്റേജസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും സ്റ്റേജസ് എന്ന് പറയുന്നത് 5 തരത്തിലാണ്. നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തു വന്നത് തന്നെയാണ്, പല മോഡൽസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിലൊന്നാണ് അനാലിസിസ്, ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? അനലൈസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റുഡൻസിന്റെ നീഡ്സ് ആണ്, അല്ലെങ്കിൽ ലേണറുടെ നീഡ്സ് ആണ്. എന്താണ് ഡിസൈൻ ചെയ്യുന്നത്? നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്? എന്തെല്ലാം കണ്ടന്റ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെ? എന്ത് ഇന്ററാക്ടിവിറ്റി എങ്ങനെയായിരിക്കണം, അതിലെ അസസ്മെന്റ്സ് എങ്ങനെയായിരിക്കണം തുടങ്ങിയവയാണ്. ഇംപ്ലിമെന്റേഷൻ എന്താണ്? ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്?
സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇവാലുവേഷൻ പ്രോസസ് എങ്ങനെയാണ്? ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം, റിവൈസ് ചെയ്യണം, അല്ലെ? അതുപോലെ തന്നെ സമ്മാറ്റീവ് ആൻഡ് ഫോമാറ്റീവ് ഇവാലുവേഷൻ അസസ്മെന്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 സ്റ്റേജസ്, അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് പ്രോസസ്സ് ഈ 5 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. മൾട്ടിമീഡിയ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ബേസിക് എലമെന്റ്സ് ഓഫ് മൾട്ടിമീഡിയ ലേണിംഗ് എൻവയോൺമെന്റ്? എന്താണ് മൾട്ടിമീഡിയയുടെ ബേസിക് എലമെന്റ്സ്? നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷൻ എടുത്തു നോക്കിയാൽ അതിൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഓഡിയോ ഉണ്ടായിരിക്കും, വീഡിയോ ഉണ്ടായിരിക്കും, ഗ്രാഫിക്സ് ഉണ്ടായിരിക്കും, ആനിമേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് തന്നെയാണ് എന്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റ്, നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് ഏത് ഫോണ്ടിലുള്ള ടെക്സ്റ്റ് ആണ് ആവശ്യം, ഏത് ഫോണ്ടാണ് കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്നത് ഏതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ടെക്സ്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഈ കണ്ടന്റിന് യോജിച്ച വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ പിക്ചേഴ്സ് ഒക്കെ കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വീഡിയോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രാഫിക്സ്, നമ്മളെ മെറ്റീരിയൽ, നമ്മളെ കണ്ടന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആനിമേഷൻ, എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്? ഇത് മൂവ് ചെയ്യിക്കുകയാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ചെറിയ കാർട്ടൂൺ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ആനിമേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ടെക്സ്റ്റിനെയും അതുപോലെ തന്നെ ഗ്രാഫിക്സിനെയും നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് എലമെന്റ്സ് എന്നുള്ളതാണ്. അതിൽ വീഡിയോ, സൗണ്ട് എന്നിവയെ നമ്മൾ പറയുന്നത് ഡൈനാമിക് എലമെന്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോ ഈ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് 5 എണ്ണാണ്. ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ, ഗ്രാഫിക്സ് ആൻഡ് ലാസ്റ്റ് വൺ ആനിമേഷൻ. അപ്പൊ ഇത്രയുമാണ് മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം ഡിസ്കസ് ചെയ്തു? എന്താണ് ഇൻസ്ട്രക്ഷണൽ മൾട്ടിമീഡിയ, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, 4 പ്രധാനപ്പെട്ട മോഡൽസ് എന്താണ്, സ്റ്റേജസ് എന്താണ്, ഗൈഡ് ലൈൻസ് എന്താണ്, മൾട്ടിമീഡിയയുടെ ബേസിക് എലമെന്റ്സ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.